ഒന്ന് കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. എനിക്ക് വലിയതും സഫലമാകുന്ന വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ വളരെ പ്രിയരെ, വാഗ്ദത്തം ദൈവം നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുമ്പോഴും ആ വാഗ്ദത്തത്തിൻ്റെ അടുക്കലും ആ നന്മയിലേക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം നാം പ്ലാൻ ചെയ്യുമ്പോൾ എതിരാളികൾ നിസ്സാരക്കാരനല്ല. വളരെ ശക്തനായ എതിരാളികൾ ആ വാഗ്ദത്തത്തെ തടയാൻ തക്കവണ്ണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ 2 പ്രാവശ്യം പ്രതീക്ഷയോടുകൂടെ സ്ഥിരമായ അവകാശത്തിന് വേണ്ടി ഇസഹാക്ക് കിണർ കുഴിച്ചു. എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇസഹാക്കിന് ഉറവകൾ ദൈവം തുറന്നു. 2 പ്രാവശ്യവും ഫെലിസ്ത്യർ, അസ്സീയുടെ ആത്മാവ് നിഴലാൻ നിൽക്കുന്ന ഫെലിസ്ത്യർ, അവർ വന്ന് കല്ലിട്ട് അത് മൂടി ആ ഉറവയെ അടച്ചു. എന്നാൽ ഫെലിസ്ത്യനെ അതിരുവിട്ട് 3-ാമത്തെ പ്രാവശ്യം അതിൻ്റെ ഒരു സ്തോത്രം കിണർ കുഴിച്ചു. അതിന്ന് വരെയും ഉണ്ട് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം അതിന് രഹോബോത്ത് എന്ന പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ രഹോബോത്തായി ദൈവം നമ്മെ സകലത്തിൽ വർധനവിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നാം ഒരിക്കലും ആ വർധനവ് പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം എന്തെല്ലാം പ്ലാനുകൾ സാത്താൻ ചെയ്യുമോ അതെല്ലാം സാത്താൻ ചെയ്യും. എങ്കിലും 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണർന്നിരിപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, നിങ്ങൾ ചെയ്യുന്നൊക്കെ സ്നേഹത്തിൽ ചെയ്യുവിൻ. വാസ്തവത്തിൽ എപ്പോഴും ഒരു വിജിലൻ്റായി നിന്നുകൊണ്ട്, വളരെയധികം ഉണർന്നിരുന്നുകൊണ്ട് നമ്മുടെ നന്മകളുടെ വാതിൽ അടയ്ക്കാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ, കുടുംബത്തിൻ്റെ, സഭയുടെ, ശുശ്രൂഷയുടെ, സകല ശ്രേഷ്ഠതയുടെ വാതിലിനെ അടയ്ക്കാൻ നിൽക്കുന്ന ദുഷ്ടപിശാചിൻ്റെ കെട്ടിനെ പൊട്ടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഉണർന്ന് പോരാടുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിൽ കൂടി സഞ്ചരിപ്പാൻ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ശ്രേഷ്ഠ അവകാശത്തിന് വിശേഷം പ്രാപിപ്പാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. നാം ദിവസങ്ങൾ ഉല്ലസിച്ച് കർത്താവിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം അടയാളത്തോടെ ചില അവകാശങ്ങൾ ദൈവം നമുക്കായി തുറക്കുന്നു. ആ വിഷയങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കാം. കർത്താവ് നമ്മുടെ കൂടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.